അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് അയ്യപ്പൻകാവിലും അതുപോലെ ചെർപ്പശ്ശേരി പുത്തനാൽക്കലും പോയിന്ന് എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ശനിയാഴ്ച ആയതുകൊണ്ട് അയ്യപ്പൻകാവിൽ പോകാം. പിന്നെ 7-ാം മാസത്തിൽ ഞാൻ ലാസ്റ്റ് പോകുന്നതാണ് കുഞ്ഞിനെ കൊണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഗുരുവായൂർ പോകുമ്പോൾ സാധാരണ ഞങ്ങൾ അവിടെ ഇറങ്ങി തൊഴുകാറുള്ളതാണ്. അപ്പോൾ ഞങ്ങളന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായ കാരണം അവിടെ ഇറങ്ങിയില്ല, നേരെ ഡയറക്റ്റ് ഗുരുവായൂർ പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ചെർപ്പശ്ശേരിക്ക് പോയി. അവിടെ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പുത്തനാൽക്കൽ കാവിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ബസ് ഇറങ്ങിയ വഴിക്ക് നമുക്ക് നേരെ അമ്പലത്തിൽ കയറാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് പുത്തനാൽക്കലും പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തോ അവിടെ പരിപാടി നടക്കുമായിരുന്നു. പരിപാടി വെച്ചാൽ അവിടെ ഇങ്ങനെ മേളവും അതുപോലെ കച്ചവടക്കാരും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വിശേഷം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പ്രതിഷ്ഠാദിനാണ്, 3 ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് കഴിയുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി കൊണ്ട് ഞങ്ങളവിടെ തൊഴുകാൻ നിന്നു. ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വേഗം തൊഴുതിട്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പുറത്തേക്ക് പോയി, അതായത് അയ്യപ്പൻകാവിലേക്ക് പോയി. അയ്യപ്പൻകാവിൽ പോയിട്ട് പിന്നെ ഞങ്ങളവിടെ തൊഴുതു, വഴിപാടുകളൊക്കെ കഴിച്ചു. പിന്നെ ഒഴിഞ്ഞിടൽ, അതായത് ഇങ്ങനെ കൈവേദന കാൽവേദന കാലിൽ ഒഴിഞ്ഞു വയ്ക്കൽ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവിടെയും ഭക്ഷണം ഉള്ളത് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഉപ്പുമാവായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ച് ഇറങ്ങി. പിന്നെ ശ്രീകുട്ടിക്ക് എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് അവിടെ ചെന്നാലും കളർ കൊടുക്കുന്നതേ കിട്ടുള്ളൂ. കളർ കൊടുക്കുന്നത് അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പുത്തനാൽക്കലേക്ക് തന്നെ പോയി. കാരണം അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീട്ടിൽ വന്നിട്ട് എന്താ പറയുക, ഇനി എല്ലാം ആദ്യം വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളവിടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞങ്ങളവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇത് അയ്യപ്പൻകാവിലെ പ്രസാദമാണ്. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു അയ്യപ്പൻകാവിലെ അടയും അതുപോലെ ഈശ്വരമംഗലത്തിലെ ഒറ്റപ്പവും അതൊരു പ്രത്യേക ടേസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടയാണ് കേട്ടോ അത് അയ്യപ്പൻകാവിലെ